ഓ എന്താ ചൂട്. ഓ അതെ അതെ. ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. അല്ല എവിടെ താൻ പറഞ്ഞ ആള്? കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്റെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവിടെ ജനിച്ചത്. പ്രശ്നേഷിന്റെ ഈ അമിതമായിട്ടുള്ള വൃത്തി ഉണ്ടല്ലോ, അതായത് സാനിറ്റൈസർ വെച്ചിട്ടുള്ള പരിപാടികൾ, ശരിക്കും പറഞ്ഞാൽ ഇവന്റെ റിയൽ ലൈഫിൽ ഇവന് യാതൊരു വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ള രീതിയിലാണ് അനീതിയൊക്കെ പറയണത്. അഫയേഴ്സ് തുടങ്ങി, അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. പെങ്ങളുടെ റിലേഷൻഷിപ്പിനെ വലിച്ചിടുമായിരുന്നു. എന്തിനാ ഇതൊക്കെ പറയണത്? ആ ഒരു പെങ്കൊച്ചിന് ഒരു ഭാവിയുള്ളതല്ലേ? എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീതിരിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു രോഹിത് സ്വർണം പണയം വെച്ചിട്ടായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നെന്തോ ആവശ്യം വന്നപ്പോൾ വേറെ കുറച്ച് പൈസയും കൂടെ അവർ ചോദിച്ചു, വേറെ ബാക്കി കുറച്ച് ഗോൾഡുകൾ ചോദിച്ചു. അതിന്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ്. അപ്പൊ പിന്നെ നീ എങ്ങനെ എന്താ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചോണ്ട് പിന്നെ വിവരം അറിയണ്ടേ? കാണിക്കുന്ന നല്ല കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. അകറ്റാൻ വേണ്ടിയല്ല എന്റെ ഭാര്യ. സ്വന്തം ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾ ചോദിക്കണേ അല്ലോ? അതെ അതെ. എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടല്ലോ, അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നു. അയ്യോ, അപ്പൊ ട്രൈ ചെയ്തില്ലെന്ന് പറയല്ലേടി. അപ്പൊ ട്രൈ ചെയ്തായിരുന്നു, കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. അല്ല പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയെ അപമാനിക്കുവാണിത്. ഇതാണ് പറഞ്ഞത്. ഇവൻ എന്തോ തലയ്ക്ക് സുഖമുണ്ട് ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഹലോ സുഹൃത്തെ, തലയ്ക്ക് വെളിവില്ലേ? ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ രോഹിത്തിന്റെ കാര്യത്തിൽ തീരുമാനം ആവുമെന്നാണ് പറയണത്. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ചന്തമെടുത്തി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച് അവിടെ കുടുംബങ്ങളൊക്കെ. ഇവർ തമ്മിലുള്ള പ്രശ്നം വഷളാക്കിയത് അമ്മ ഒരാളാണ്. ബെസ്റ്റ്. വാഴയും വെച്ചാ മതിയായിരുന്നു. അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ്. ഇതുപോലുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതനുസരിച്ച് പെരുമാറാൻ പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായടാ പട്ടി. ഈ ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അപമാനിച്ചിരിക്കുവാണ്. വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പോരാത്തതിന് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. 100% അറസ്റ്റ് ചെയ്യപ്പെടും. യാതൊരു സംശയമില്ല ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന കള്ളക്കളി ഉണ്ടല്ലോ, അതിന് മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നായുടെ വാല് ഏത് കോട്ടയ്ക്കൽ വൈദ്യം വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. അതെ, തൽക്കാലം എന്റെ പ്ലാൻ ഒന്നും മാറ്റി വണ്ടി ഹോട്ടൽ പ്രിൻസിലോട്ട് പോട്ടെ. എനിക്ക് ഒന്നിന് പോണ റെസ്റ്റ് എടുക്കണം.